ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു ബേക്സ് ആൻഡ് കറീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു നാടൻ കറിയാണ്. ഞങ്ങളുടെ അവിടെയൊക്കെ പുളിച്ചാറെന്നാണ് ഈ ഒരു കറീനെ പറയണത്. ശരിക്കും നമ്മുടെ രസമൊക്കെ പോലെ ഇരിക്കുന്ന ഒരു കറിയാണ്, പക്ഷേ അതിലേക്ക് മല്ലിയിലയൊന്നും നമ്മൾ രസത്തിലെ പോലെ ചേർക്കുന്നില്ല. അത്രയ്ക്കുള്ള വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ നല്ല എളുപ്പമുള്ള ഒരു കറിയാട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് 2 പിടി വൻപയർ എടുത്തിട്ടുണ്ട്. 2 പിടി എന്ന് പറയുമ്പോൾ നിറച്ച് വേണ്ട, ചെറിയ 2 പിടി പയറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ താളിച്ച് ചേർക്കാനായിട്ട് 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 6-7 ചുവന്നുള്ളി, പിന്നെ 2 തണ്ട് കറിവേപ്പില, ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി നന്നായിട്ട് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പയറിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കുക്കറിൽ 2 വിസിലടുപ്പിക്കാം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ 2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല, 2 വിസിലടുപ്പിച്ചാൽ മതി. പിന്നെ സോക്ക് ചെയ്ത് വെക്കാൻ സമയമില്ലെങ്കിൽ ഒരു 5-6 വിസിലെങ്കിലും അടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി ഒരു മൺചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഏകദേശം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയുള്ളി ഒരുപാട് ബ്രൗൺ കളർ ആവുന്നു വേണ്ട, നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. വെളുത്തുള്ളിയാണ് നന്നായിട്ട് മൂത്ത് വരേണ്ടത്. ഉള്ളി ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലൊക്കെ ആയാൽ മതി. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. ഇനി തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ സാദാ മുളക് പൊടി ചേർക്കാൻ പോവാണ്. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊന്നും കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളി പിഴിഞ്ഞിട്ട് വെള്ളം മാത്രം ഒഴിച്ചാലും മതി, അല്ലെങ്കിൽ പുളി മൊത്തത്തിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പയറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ പയറൊക്കെ ചേർത്തിട്ട് കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. അപ്പോൾ എനിക്കിപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് ചേർത്ത വെള്ളത്തിൻ്റെ അളവ് 2 കപ്പ് വേവിക്കാനും പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം പുളി പിഴിഞ്ഞത് അതും കൂടെയാണ് ഇതിലേക്ക് ചേർത്തത്. പിന്നെ ഇത് അധികം തിക്കായിട്ടിരിക്കുന്ന ഒരു കറിയല്ല, അപ്പം കുറച്ച് ലൂസ് ടൈപ്പിലുള്ള ഒരു കറിയാണ്. ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. മൂടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇന്നത്തെ കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു റെസിപ്പി ആയിട്ട്. താങ്ക് യു.